നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മനസ്സ് ചിന്തകളാൽ നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്തോ ക്ഷീണിച്ച പോലെ ഫീൽ ചെയ്യുന്നത്? നമ്മൾ നാളത്തെ പറ്റി ഇങ്ങനെ ചിന്തിക്കും. നാളത്തെ ആ ഒരു കാര്യം നടക്കുമോ, അതിൽ ഞാൻ ഫെയിലാവുമോ, ഇല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചിന്തകളാൽ നമ്മൾ ഇന്നത്തെ ലൈഫ്, ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ദിവസം എന്നുള്ളത് ജീവിക്കുന്നത് പോലുമില്ല. നമ്മുടെ ചിന്തകളാൽ അകപ്പെട്ടിരിക്കുകയാണ്, ട്രാപ്പിഡ് ആയിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടം എന്നുള്ളത് ഓവർ തിങ്കിങ് ആയിരിക്കില്ല. അത് നിങ്ങളുടെ ഹൃദയം സമാധാനം എവിടെ നിന്നാണ് വരുന്നത് എന്നത് മറന്നത് കൊണ്ടായിരിക്കാം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ലോകം നമുക്ക് എങ്ങനെ ബിസിയായി ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ പീസ്ഫുൾ ആയിട്ട് സമാധാനപരമായിട്ട് ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ആങ്സൈറ്റി വരുമ്പോൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാണ്, നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്താൽ ഭയക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റുള്ള കാര്യത്തിലേക്ക് നമ്മൾ തിരിക്കുകയാണ്. പക്ഷേ എല്ലാ സ്ക്രോളിങ്ങിന് ശേഷവും, എല്ലാത്തരം ഡിസ്ട്രാക്ഷന് ശേഷവും നമ്മുടെ ഹൃദയം വീണ്ടും അതേപോലെ റെസ്റ്റ്ലെസ് ആയിരിക്കുകയാണ്, ഒരു വിശ്രമമില്ലാത്ത ഒരു അവസ്ഥയിലായിട്ടിരിക്കുകയാണ്. കാരണം ഡിസ്ട്രാക്ഷന് നമ്മുടെ മൈൻഡിനെ സൈലന്റ് ആക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ ഹൃദയത്തെ സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തെ സമാധാനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, കാമായി വെക്കാൻ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ സമാധാനത്തെ കണ്ടെത്തുന്നു, സമാധാനത്തിലാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഓർക്കുന്നതിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നു, ഇമാജിൻ ചെയ്ത് നോക്കാം. നമ്മൾ മറ്റൊരു ദിക്ർ, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഒരു ആരാധന മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ജീവിതമാണ്, നമ്മുടെ ഹേർട്ടിന് നമ്മൾ കൊടുക്കുന്ന ഒരു ലൈഫാണ്. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുന്നവന്റെയും ഓർക്കാത്തവന്റെയും ഒരു ഉദാഹരണം എന്നുള്ളത് മരണവും ജീവിതവും പോലെയാണ്. അതായത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയവും നമ്മളും ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിനെ ഓർക്കാത്ത ജീവിതം ഒരു മരണം മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി എന്ത് ദിക്റാണ് നമ്മൾ പതിവാക്കേണ്ടത് എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു ദിക്ർ പതിവാക്കുക. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇത് എന്നുള്ളത് അള്ളാഹു എനിക്ക് മതി എന്നൊരു അർത്ഥം നൽകുന്ന ദിക്റാണ്. നബി തങ്ങൾ പറയാണ്, ഏതെങ്കിലും ഒരുത്തൻ ഈ ഒരു ദിക്ർ രാവിലെയും വൈകുന്നേരവും പതിവാക്കുകയാണെങ്കിൽ അവന് വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമെന്ന്. അള്ളാഹു ഒരു പ്രശ്നവുമില്ലാത്ത ജീവിതത്തെ തൊട്ട് നമുക്ക് ഉറപ്പ് നൽകിയിട്ടില്ല, എന്നാൽ എന്നും സമാധാനത്തോട് നിലനിൽക്കുന്ന ഒരു ഹൃദയത്തെ തൊട്ട് നമ്മോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓവർ തിങ്കിങ് നമ്മൾ ചെയ്യുമ്പോൾ ഓവർ തിങ്കിങ് നമ്മോട് പറയാം, ഇത് തകർന്നു വീണാലോ എന്നൊരു ആശങ്കയാണ്. എന്നാൽ ദിക്ർ പറയുന്നതിലൂടെ ദിക്ർ നമ്മോട് പറയാം, അള്ളാഹു എനിക്ക് മതി എന്നുള്ളത്. ഓവർ തിങ്കിങ് നമ്മളുടെ ഇമാജിനേഷനെ അല്ലെങ്കിൽ നമ്മുടെ സാങ്കല്പിക ലോകത്തിലേക്ക് ആശ്രയിച്ചു കൊണ്ട് ജീവിക്കാനാണ് പറയാ. എന്നാൽ ദിക്ർ നമ്മോട് പറയാ, അള്ളാഹു എനിക്ക് മതി, അള്ളാഹു ഞാൻ ആശ്രയിച്ചു ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്ർ നമ്മൾ മണിക്കൂറോളം ദിവസങ്ങളോളം ചിന്തിച്ച് കൊണ്ടുവരുന്നതിനേക്കാളും ഏറെ നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നമ്മൾ ഫോണൊന്ന് സൈഡ് വെച്ച് എല്ലാം മാറ്റിവെച്ച് ഇന്നു മുതൽ ഞാൻ ഈ ദിക്റിന്റെ ഓരോ വേർഡും, ഓരോ പദങ്ങളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പതിവാക്കുമെന്ന് ഒരു ദൃഢനിശ്ചയം എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പതിവാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിന്റെ പ്രശ്നം അല്ലെങ്കിൽ നിന്റെ ആങ്സൈറ്റി, നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു പരിഹരിച്ചിട്ടുണ്ടാവില്ല. കാരണം എവിടെ നിന്നാണ് സമാധാനം വരുന്നത് എന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കാം.